വന്ദേ മാതരം ആലപിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് വിട്ടോ? അങ്ങനെ വന്ദേ മാതരം ആലപിച്ചില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഈ വന്ദേ മാതരവും പാകിസ്ഥാനും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സംശയം. വന്ദേ മാതരം രചിക്കുമ്പോൾ പാകിസ്ഥാൻ ഇല്ല. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ചേർന്ന ഒരു രാഷ്ട്രത്തിലാണ്, രാഷ്ട്രം പോലുമല്ല, 635 നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. അവിടെയാണ് 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠ് എന്ന നോവലിൽ ഈ പറയുന്ന ഈ വന്ദേ മാതരം 6 ഖണ്ഡങ്ങളാണ്. ആ 6 ഖണ്ഡങ്ങളിൽ ആദ്യത്തെ 2 ഖണ്ഡങ്ങളാണ് വന്ദേ മാതരത്തിൻ്റെ 8 വരികളാണ് നമ്മൾ ഒരു ഷോർട്ട് ഫോമിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് എല്ലാ പരിപാടികളിലും ദേശസ്നേഹത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ 2025 അപ്പോൾ എത്ര വർഷമായി? 1875 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ബോധോദയം എന്നൊക്കെയുള്ള രീതിയിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പറയുന്നു, ഇത് രാഷ്ട്രസ്നേഹം ഇല്ലാതാക്കാൻ കോൺഗ്രസ്, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു 1937 ഇതിലെ 4 ഖണ്ഡങ്ങൾ എടുത്ത് കളഞ്ഞു. ഖണ്ഡങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മൾക്ക് അത് വന്ദേ മാതരം ഫുൾ ടെക്സ്റ്റ് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദേശീയ ഗീതമായിട്ട്, ദേശീയ ഗാനവുമുണ്ട്, ദേശീയ ഗീതവുമുണ്ട്. ദേശീയ ഗാനത്തിന് 52 സെക്കൻഡാണ്, 52 സെക്കൻഡ് കൊണ്ടുള്ള വരികളാണ്. ആ ദേശീയ ഗാനത്തിൻ്റെ 52 സെക്കൻഡ് പോലും ആളുകൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഷോർട്ട് ഫോം ആക്കിയാൽ കൊള്ളാമെന്നുള്ള മനസ്ഥിതിയാണ്. 2 വരിയിൽ തീരാൻ പറ്റുമെന്നുള്ളത്. അപ്പോഴാണ് ഇവിടെ ഈ വന്ദേ മാതരത്തിൻ്റെ 6 ഖണ്ഡവും അതേപടി അന്ന് മുതൽ ഇപ്പോൾ വരെ ദേശീയ ഗീതമായി എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നാണ് മോഡിയുടെ ചോദ്യം. ഈ ചോദ്യം ചോദിക്കാൻ ഇത്രയും വർഷം വേണ്ടി വന്നു. അല്ല, എനിക്ക് അതിനകത്തുള്ള സംശയം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ വന്ദേ മാതരം ആലപിക്കാനാവില്ല എന്നും ആ ചടങ്ങിൽ പങ്കെടുക്കാനാവില്ല എന്നും സമാജ് പാർട്ടിയുടെ MLA ആയിട്ടുള്ള അബു ആസ്മിയുടെ നിലപാട് വ്യക്തമാക്കുന്നു. ആ അബു ആസ്മിയുടെ നിലപാടിനെതിരെയാണ് BJPയുടെ MLA ആയിട്ടുള്ള രാഷ്ട്രീയ പുരോഹിത് ഇത്തരത്തിൽ പറഞ്ഞത്. വന്ദേ മാതര ഗാനം ആലപിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണം. ഇവിടെ അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അവിടെ ഈ പറഞ്ഞ ദേശീയത എന്ന് പറയപ്പെടുന്നതും ദേശത്തിനുള്ള സ്നേഹം എന്ന് പറയപ്പെടുന്നതും BJPക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതുന്നു. അതിനു വേണ്ടിയിട്ട് ഈ 2014 മുതലാണോ ഇവിടെ ഇന്ത്യയിൽ ദേശീയ സ്നേഹം ഉണ്ടായത്? അവിടെയായിട്ട് നമ്മൾ വന്നാൽ, നമ്മളൊക്കെ 1ാം ക്ലാസ്സിൽ സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഒരു പ്രാർത്ഥന ഉണ്ടാകും. അത് പണ്ടൊക്കെ വന്ദേ മാതരമായിരുന്നു, വൈകിട്ട് ജനഗണമനയുമായിരുന്നു, പിന്നെ അത് അഖിലാണ്ഡമണ്ഡലമായി, അങ്ങനെയൊക്കെയുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞയുണ്ട്. എന്താ പ്രതിജ്ഞ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇതല്ലേ ദേശീയ ബോധം? 1ാം ക്ലാസ്സിൽ 5ാമത്തെ വയസ്സിൽ. പണ്ട് LKG UKG ഇല്ല, ഇപ്പം LKG UKG ഉണ്ടെങ്കിൽ അവിടെ 3ാമത്തെ വയസ്സ് തൊട്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പഠിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റുവാണ്. ആ ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വെർഷനുണ്ട്, നേരത്തെ BJPയുടെ MLA പറഞ്ഞ് വേറെ. അത് ഓരോരുത്തരും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എന്ന് പറയുന്ന കണക്ക് അവരവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള വാക്കുകൾ ഉപയോഗിക്കും. ഇവിടെ വിഷയം അതല്ല. വന്ദേ മാതരത്തിനെ ദേശീയ ഗീതമായി ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന 1950 ജനുവരി 26 2 ദിവസം മുമ്പേ 24-ാം തീയതി ദേശീയ ഗീതമായി അംഗീകരിച്ചു. ആ 50 മുതൽ 75 വർഷം കഴിഞ്ഞു. 75ാമത്തെ വർഷമാണോ ഈ വന്ദേ മാതരത്തിനകത്ത് ഇങ്ങനെ ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ആ ഒരു ഖണ്ഡിക മാറ്റിയെന്ന്? ദുർഗാദേവിയെ ആരാധിക്കുന്ന ആ പാരഗ്രാഫ് മാത്രമല്ല, 4 പാരഗ്രാഫ് ഇല്ല. അല്ല, എൻ്റെ ഒരു ചോദ്യമേ, ഇത് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. അതിനപ്പുറം ഈ വന്ദേ മാതരം ആലപിക്കണം, രാജ്യത്തെ ബഹുമാനിക്കണം, പിന്നെ നിങ്ങൾക്ക് രാജ്യത്തോട് സ്നേഹമില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഈ വന്ദേ മാതരത്തിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ ഈ രാജ്യസ്നേഹം എന്ന് പറയപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതാണോ? അല്ല, എനിക്ക് സംശയമാണിത്. എന്നെ ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ പോകുമ്പോൾ പോലും ഇതിനകത്ത് ഇത് കാണുന്ന BJPയോ RSS
സ്നേഹികൾ ചിലപ്പോൾ അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ ആ കമൻ്റൊക്കെ ആണെങ്കിലും ദേശീയത എന്ന് പറയപ്പെടുന്നതും രാജ്യത്തിനുള്ള സ്നേഹമെന്ന് പറയപ്പെടുന്നതും എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് അതുണ്ട് എന്നുള്ളത്. അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ പാഴ്സി എന്നോ ജൈൻ എന്നോ ഹിന്ദു എന്നോ ഇല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദേശീയത BJPക്ക് മാത്രമുള്ള അവരുടെ ഒരു അട്ടപ്പേർ അവകാശമായിട്ട് തീരുന്നത് എങ്ങനെയാണ്? അത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ആകെ അവർക്ക് പറയാവുന്ന ഒരേ ഒരു കാര്യം തീവ്ര ഹിന്ദുത്വവും, ആ തീവ്ര ഹിന്ദുത്വത്തിലൂടെ അതാണ് ദേശീയത എന്ന് പറയുന്നതിലാണ് അവർ, ആ ഒരു ശൈലിയിലാണ് അവർ ചിന്തിക്കുന്നത്. അത് ഇന്ത്യൻ ജനത ഒരിക്കലും അംഗീകരിക്കത്തില്ല, ഒരു കാലഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല, ഇനിയും അംഗീകരിക്കുകയില്ല. ഇന്ത്യ എന്ന രാജ്യം ലോക രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നത് തന്നെ ഇവിടുത്തെ നാനാത്വത്തിലെ ഏകത്വം എന്നുള്ള അതിഭയങ്കരമായ ഒരു അത്ഭുതമാണ്. അവിടെ BJPക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആളുകളുടെ അല്ലെങ്കിൽ ദുർബലം എന്നുള്ളതിലുപരി മൃദുലമായ ചില വികാരങ്ങൾ ഇളക്കി വിടുക. ഇനി ഈ ജനഗണമന തന്നെ അന്നത്തെ രാജാവിനെ പ്രകീർത്തിക്കാനാണെന്നും പറഞ്ഞുള്ള ഒരു ഭാഗമുണ്ട്. അതായത് ചില വാക്കുകൾ നമ്മളെടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഏതർത്ഥത്തിലാണ് ഇത് രചിച്ചതെന്ന് രചയിതാവിനെ അറിയാൻ പറ്റും, അല്ലേ? അപ്പോൾ രാജ്യത്തിൻ്റെ ദേശീയതയും രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ഒക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് വന്ദേ മാതരം എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതിലെ ഏതെങ്കിലും ഒരു വാക്കോ ഒരു വരിയോ എടുത്തിട്ട് ഇപ്പം എന്തിനേറെ പറയുന്നു, സീത എന്ന ഒരു പേര്, ജാനകി എന്നൊരു പേര് സിനിമയ്ക്ക് ഇടാൻ പറ്റുമോ? ജാനകി V എന്നാണ്. അല്ല, അത്രയും ഗതികളിലേക്ക് എത്തിപ്പെട്ടു പോയി രാജ്യം. ഇങ്ങനെ അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഉണ്ടാകുന്നത്. ഈ അബു ആസ്മി എന്ന് പറയപ്പെടുന്ന ഒരു MLA, അദ്ദേഹം സമാജ്വാദി പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജാതി തിരിച്ചറിയാൻ കഴിയും, മതം തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ, ഒരു ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ, ഒരു മുസ്ലിം ആയതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഈ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ശരിയാണ്? അത് മാത്രമല്ല, ദേശീയത എന്ന് പറയപ്പെടുന്ന അതാണോ? എല്ലാവരും, നമ്മളൊരു മതേതര രാഷ്ട്രമല്ല, മതേതര രാഷ്ട്രത്തിൽ എല്ലാവർക്കും അതേ സ്നേഹവും രാജ്യസ്നേഹവും ഉള്ളവരായിരിക്കുമല്ലോ. അല്ലാതെ ഒരു വന്ദേമാതരം ചൊല്ലിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ, വന്ദേമാതരം പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ദേശീയതയും രാജ്യത്തോളം സ്നേഹവും ഇല്ലാതാകുന്നു. ഇനി ഇപ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദം പറയുന്നല്ലോ, ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്നാണല്ലോ ഒരു വാദം. ജയ് ശ്രീകൃഷ്ണ എന്ന് വിളിക്കണ്ടേ? 33 കോടി ദേവന്മാരും ദേവതകളും ഒക്കെ ഉണ്ട് എന്നാണല്ലോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും ഏറെക്കുറയും. അപ്പോൾ ഒരു സിംഗിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവത്തിലോ ഒരു ദേവതയിലോ പ്രവാചകനിലോ ഒന്നുമല്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. പക്ഷെ അത് സൗകര്യപൂർവ്വം ഞങ്ങൾക്ക് അതെടുത്ത് ഉപയോഗിച്ചാൽ പ്രയോജനം കിട്ടും എന്നുള്ളത് ദുരുപയോഗം ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പോഴാണ് നോക്കൂ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷെ അവരെ എല്ലാം ഏകോപിപ്പിക്കാനുള്ള ഭാഷകൾ വേറെ ഇല്ലേ? അതേപോലെ എല്ലാ ദേവന്മാരെയും ദേവതകളെയും എല്ലാം അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും തയ്യാറാണ്. പക്ഷെ അങ്ങനെ തയ്യാറാകുന്നവരെ പോലും തമ്മിലടിപ്പിച്ച് നീ അങ്ങനെ ആകേണ്ട. ഇപ്പം കേരളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സംസ്ഥാന സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കുറേ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരികൾക്കും അവാർഡ് വന്നു. എന്തൊക്കെയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ, ഇല്ലേ? അപ്പം ഒരു പ്രത്യേക മതത്തിൻ്റെതായാലും ആരുടേതായാലും അവിടെ ജാതിയോ മതമോ നോക്കിയാണോ അവാർഡ് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ഏറ്റവും നല്ല മുസ്ലിം നടൻ, ഏറ്റവും നല്ല ക്രിസ്ത്യൻ നടൻ എന്നൊക്കെ പറഞ്ഞ് അടുത്ത ആണ്ട് തൊട്ട് അങ്ങനെ വെക്കേണ്ടി വരില്ല. ഇങ്ങനത്തെ ഒരു ഗതികെട്ട സംഭവ വികാസമാണ് ഇവിടെ നടക്കുന്നെങ്കിൽ അതുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞല്ലേ, സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കാക്കമാർ തൂക്കി എന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇല്ലാത്ത ഒരു പ്രവണതയാണ് ഈ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് വരെ മമ്മൂട്ടി അല്ലെങ്കിൽ അതുപോലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള നടന്മാരുണ്ടെങ്കിൽ അവരോട് ഒരു പ്രത്യേക സ്നേഹവും മമതയും കാണിക്കുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ മലയാളികൾ എന്ന് പറയപ്പെടുന്നത്. ആ മലയാളികൾക്ക് സംസ്കാര ശൂന്യത വന്നു തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മലയാളികൾക്ക് സ്വന്തം നിലയിൽ വന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ
ഇപ്പോഴും ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുൻ സിനിമാ നടൻ ചോദിച്ചാൽ പ്രേം നസീറേ വരും. പ്രേം നസീറിൻ്റെ കാലത്ത് ഈ വിഭാഗീയത ഇല്ല. RSS പണ്ടുമുണ്ട്. പക്ഷേ ഒരു സംശയം വേണ്ട, 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആ തുടർ ഭരണം ഇങ്ങോട്ട് വന്ന കാലം തൊട്ട് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ പോലും, നമ്മൾ ഇങ്ങ് കേരളത്തിൽ എന്ന് പറയാൻ കാരണം ഒരിക്കലും ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഒരു കാലഘട്ടത്തിലും ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന കേരളത്തിലെ ആളുകളെ പോലും അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു, CPMനും കഴിഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ മുസ്ലിം ഈ ഒരു ഇത് VS അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞില്ലേ, മലപ്പുറത്തെ SSLCക്കും +2വിനും ഡിഗ്രിക്കും ഒക്കെ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ അദ്ദേഹം പ്രസ്താവന നടത്തി. ഇങ്ങനെ പോയാൽ 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ലിപ്പ് മൂവ്മെൻ്റ് അടക്കം നമ്മുടെ കയ്യിലില്ലേ. അപ്പോൾ CPMും BJPയും ഈ കാര്യത്തിൽ മത്സരിച്ച് ആ ഒരു ചിന്ത വളർത്തുന്നുണ്ട്. അത് വളർത്തുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്, അന്ധമായ വിരോധമല്ല. കാരണം EMS പോലും ഒരവസരത്തിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയും മദനിയും ഒരുപോലെയാണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? മഹാത്മാഗാന്ധിയെ പോലെ മദനിയും മതേതരവാദിയാണോ, മദനിയെ പോലെ മഹാത്മാഗാന്ധി വർഗീയവാദിയാണോ? എങ്ങനെ വേണേലും വ്യാഖ്യാനിച്ചുകൂടി, ഇല്ലേ? അപ്പോൾ കാലാകാലങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് രാഷ്ട്രീയത്തിൽ, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വോട്ടിന് വേണ്ടിയാണല്ലോ, അല്ലാതെ നാട് നന്നാക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ വന്ദേ മാതരം ഇപ്പോൾ ഒരു വിഷയമാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷം, 75 വർഷം കഴിഞ്ഞിട്ടാണ്. അതിപ്പം BJPയുടെ ഒരു അജണ്ട അല്ല. BJPയുടെ ഒരു അജണ്ടയോ RSSൻ്റെ ഒരു അജണ്ടയോ ആയിരുന്നുവെങ്കിൽ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 6 വർഷം ഇരുന്നല്ലോ. അന്നൊന്നും ഇത്തരം വിഷയമില്ലായിരുന്നല്ലോ. കടുത്ത തീവ്രവാദി എന്ന് പറഞ്ഞിരുന്ന LK അദ്വാനിയുടെ കാലഘട്ടത്തിലും ഇത്തരം വാദങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഒരു അജണ്ടയായി എല്ലാ വിഷയത്തിലും. ഇപ്പോൾ ഇനി ഈ പറഞ്ഞ ഏതെങ്കിലും 1-2 വന്ദേമാതരത്തിനെതിരെയല്ലല്ലോ, വന്ദേമാതരത്തിലെ 1-2 ഖണ്ഡികയെക്കുറിച്ചാണല്ലോ. ആദ്യത്തെ ഖണ്ഡികകൾ ഒഴിവാക്കിക്കൊണ്ട് ആ ഖണ്ഡികയാണ് വന്നിരുന്നെങ്കിൽ അപ്പോഴും വിവാദമാണ്. വിവാദമുണ്ടാക്കാനാണെങ്കിൽ ഏത് കാര്യത്തിലും വിവാദം ഉണ്ടാക്കാം. ഇപ്പം ഈ നമ്മളുടെ ഈ ഓരോ സ്ഥലത്തിൻ്റെയൊക്കെ പേരെന്തിനാണ് ഇപ്പം മാറ്റുന്നത്? ഇപ്പം ഇന്നലെയും ഏതോ ഒരു പുരി, ഒരു മുസ്ലിം പേര് മാറ്റി വേറെ ഒരു പുരിയാക്കി. അതുകൊണ്ട് എന്താ പ്രയോജനം? അവിടെ ഉള്ള ആളുകൾക്ക് മാറ്റം വരുന്നോ? ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഇത്ര ബാലിശമായി, ഈ ഇന്ത്യ എന്നൊരു രാജ്യത്തെക്കുറിച്ച് വിദേശ രാജ്യങ്ങൾ കൊണ്ടായിരുന്ന സർവ്വ മതിപ്പും പോവില്ലേ? നമ്മൾ പറയില്ലേ ഇത്ര ചീപ്പാണോ ഇന്ത്യ? അതെ, അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ ലോകത്ത് മുഴുവൻ ചർച്ച ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ടായിരുന്നതിൻ്റെ പേരുകൾ പലതും ഈ മാറ്റി പുതിയ പേരുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം ഈ സർക്കാർ കഴിഞ്ഞ 3 ടേമിലായിട്ട് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലായിട്ട് വരുത്തുന്നുണ്ട്. അത് ഇപ്പോൾ പാഠപുസ്തകങ്ങളിലടക്കം അത്തരത്തിലൊരു മാറ്റം എല്ലാ അർത്ഥത്തിലും കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഇങ്ങനെ ഹിന്ദു വർഗീയത കുത്തി നിറയ്ക്കുന്നത് പോലെയാണ് അതിനകത്ത് കാണുന്നത് പലപ്പോഴും. മറ്റു മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയല്ലേ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തെക്കുറിച്ച് പറയുമ്പോഴും പറയേണ്ടത്. പക്ഷേ ഇതല്ല, ഇങ്ങനെ ഇതിനെ മാത്രം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു നമ്മുടെ ഇന്ത്യ പോലൊരു മതേതര രാജ്യത്ത് ഒരിക്കലും യോജിച്ച ഒരു നടപടിയല്ല. നമ്മുടെ എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കുവാനും ആ മതങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണല്ലോ എല്ലാ മതങ്ങളും വിശ്വസിച്ചു പോരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് തീവ്രവാദികളെ മാറ്റി നിർത്തും. മുസ്ലിം നാമധേയരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അതുമല്ലാത്ത ആയിട്ടുള്ളവരോ തീവ്രവാദികൾ ആര് തന്നെയായിരുന്നു, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരെ ഒരിക്കലും നമ്മൾ ഈ പരിഗണന പരിധിയിലേക്ക് ഉൾപ്പെടുത്തരുത്. അവർ വേറൊരു വിഭാഗമാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. അതല്ലാതെ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ജൈനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവരും ഒരു മതത്തിൽ അല്ലെ ഈ പറയുന്ന മതേതരത്വ രാഷ്ട്രത്തിലുള്ളവരാണ്, ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർ എന്ന് പറയപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഒരാൾക്ക് കുറച്ച് കൂടുതൽ രാജ്യസ്നേഹം കൂടുതലുണ്ടായേക്കാം, ചിലപ്പോൾ കുറച്ച് രാജ്യസ്നേഹം കുറഞ്ഞേക്കാം. പക്ഷേ എങ്കിലും എല്ലാവർക്കും ആ രാജ്യത്തിനോട് മമതയും സ്നേഹവും എന്നും ഉണ്ടായിരിക്കും. ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവിടെ എൻ്റെ ചോദ്യം അവസാനിപ്പിക്കുമ്പോഴും അത് തന്നെയാണ്, BJPക്ക് മാത്രം അല്ലെങ്കിൽ RSSകാരെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ മാത്രമുള്ളതാണോ ഈ ദേശീയതയും ഒപ്പം തന്നെ രാജ്യസ്നേഹവും എന്ന് പറയപ്പെടുന്നത്?
അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഹിന്ദു ആണോ, ഇന്ത്യയിൽ ജീവിക്കണമോ ഹിന്ദു ആയിരിക്കണം, ഹിന്ദുക്കൾക്കുള്ളതാണ് ഇന്ത്യ എന്ന് ഉള്ള ഒരു രീതിയിൽ. ഇപ്പോൾ ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കൊണ്ടുവന്ന് വെക്കുന്നത് മുസ്ലിം ലീഗിലും കോൺഗ്രസിലുമാണല്ലോ. അന്നത്തെ ഹിന്ദു മഹാസഭ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നല്ല, 2 രാഷ്ട്രങ്ങളാണ്, അതുകൊണ്ട് 2 രാഷ്ട്രമാക്കണം എന്ന് അന്ന് വാദിച്ച ഹിന്ദു മഹാസഭയുണ്ട്. അന്ന് BJP ഇല്ല, ജനസംഘവും ഹിന്ദു മഹാസഭയും ഒക്കെയാണ്. അപ്പം 2 കൂട്ടരുടെയും, ഹിന്ദു മഹാസഭയുടെയും മുസ്ലിം ലീഗിൻ്റെ ആവശ്യമായിരുന്നു അവർക്ക് 2 പേർക്കും ഓരോ രാഷ്ട്രം വേണമെന്ന്. അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ശ്രമിച്ചിട്ടും വിജയിച്ചില്ല എന്നുള്ളിടത്താണ് വിഷയം. അവിടെ മറ്റൊരു കാര്യമുള്ളത്, ബ്രിട്ടീഷുകാർക്കും ആ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും പോവുക. എന്നാൽ നമ്മൾ പോയാൽ നമുക്കെതിരെ ഒന്നിച്ച് നിന്ന് സമരം ചെയ്തവന്മാർ, യുദ്ധം ചെയ്തവന്മാർ തമ്മിലടിച്ച് നശിക്കട്ടെ എന്നുള്ള ഒരു കുരുട്ട് ബുദ്ധിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരും ജിന്നയുടെ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് കോൺഗ്രസ്സിന് അവിടെ അതല്ലാതെ വേറെ മാർഗമില്ല. ആ ഒത്തുതീർപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ വീണ്ടും പഴയപടിയിൽ പോകും. ഇനി മറ്റൊന്ന്, ഈ പാകിസ്ഥാൻ അങ്ങ് പോയത് കൊണ്ട് അത്രയും തലവേദന ഒഴിഞ്ഞു കിട്ടി എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? അല്ലാതെ തന്നെ ഇവിടെ ഇപ്പോൾ വിഷയങ്ങളാണ്. അപ്പോൾ ആ ഒരു വിഭാഗവും കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? ഒറ്റ മുസ്ലിം രാഷ്ട്രമെന്ന് പറഞ്ഞ ഏകമത രാഷ്ട്രമായ പാകിസ്ഥാൻ 2 രാജ്യമായി. അതേസമയം എല്ലാ മതങ്ങളുമുള്ള ഇന്ത്യ ഇപ്പോഴും ഒന്നാണെന്ന് മാത്രമല്ല, ശ്രീ ഗോപകുമാർ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു സിക്കിം. ആ സിക്കിം ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. 1975 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സിക്കിം ഇന്ത്യയിൽ ലയിച്ചത്. മറ്റൊന്നുകൂടി, ഇവിടെ കോൺഗ്രസ് ഭൂരിപക്ഷ ന്യൂനപക്ഷം നോക്കിയല്ല ഭരണാധികാരികളെ നിശ്ചയിക്കുന്നത്. മൻമോഹൻ സിംഗ് സിഖ് മതക്കാരനാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 80% ഹിന്ദുക്കളാണ്, 14% മുസ്ലിങ്ങളാണ്, 3% ക്രിസ്ത്യാനിയാ, 1% പാർസിയാ, 1% സിഖുകാരനാണ്. ഇന്ത്യൻ ജനസംഖ്യയിലെ 1% സിഖുകാരനായ മൻമോഹൻ സിംഗിനെയാണ് 10 വർഷം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഭൂരിപക്ഷ ന്യൂനപക്ഷമൊന്നുമല്ല, അർഹതയുള്ളവൻ, ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ജാതിയിൽപ്പെട്ടാലും, മതമില്ലെങ്കിലും മതമുണ്ടെങ്കിലും അർഹതയെ അംഗീകരിക്കുക, ശരിയെ അംഗീകരിക്കുക എന്ന നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും ശൈലി ഈ 2025 ലോക അവസാനം വരെയും ഇന്ത്യക്ക് ഭൂഷണമാണ്. അത് ശക്തപ്പെടുത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.